ദ ബെസ്റ്റ് സയൻസ് ബേസ്ഡ് വർക്കൗട്ട് ടു ഫോളോ. ബിഗിനർ ആയിട്ട് ജിമ്മിൽ പോകുന്ന എല്ലാവർക്കുള്ള ഡൗട്ടാണ് ഏത് വർക്കൗട്ട് സ്പ്ലിറ്റ് ഫോളോ ചെയ്യണം എന്നുള്ളത്. അതിപ്പോ ഏത് മസിൽ ട്രെയിൻ ചെയ്യണം, എത്ര കൗണ്ട് ചെയ്യണം, എത്ര സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ആഴ്ചയിൽ 7 ദിവസം ചെയ്യണോ, 5 ദിവസം ചെയ്യണോ, 3 ദിവസം ചെയ്താൽ മതിയോ എന്നൊക്കെയുള്ള ഡൗട്ട്. ഞാൻ ജിമ്മ് സ്റ്റാർട്ട് ചെയ്തപ്പോഴും ഫേസ് ചെയ്ത സെയിം പ്രോബ്ലം ആണ് ഇതൊക്കെ. സോ ഞാൻ അന്ന് ചെയ്ത തെറ്റ് നിങ്ങൾ ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് 5 വർക്കൗട്ട് സ്പ്ലിറ്റും അതിന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷനും ഞാൻ ഇതിലൂടെ പറയുന്നതായിരിക്കും. നിങ്ങളൊരു വർക്കൗട്ട് സ്പ്ലിറ്റ് ഫോളോ ചെയ്യണം. അതിന്റെ ആവശ്യകത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. കാരണം എല്ലാവർക്കും അവരുടെ ജെനറ്റിക്സും അവരുടെ ടൈം ഓഫ് അവൈലബിലിറ്റിയും അവരുടെ എക്സ്പീരിയൻസും ഒരുപോലെ ആയിരിക്കില്ല. ഒരു വർക്കൗട്ട് സ്പ്ലിറ്റ് നിങ്ങൾ കസ്റ്റമൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ 4 കാര്യങ്ങൾ അറിഞ്ഞിരിക്കും. അതിൽ ഒന്നാമത്തേതാണ് ട്രെയിനിങ് ഫ്രീക്വൻസി, രണ്ടാമത്തേത് നമ്പർ ഓഫ് സെറ്റ്സ്, മൂന്നാമത്തേത് നമ്പർ ഓഫ് റെപ്സ്, അഞ്ചാമത്തേതാണ് വോളിയം ഓവർലോഡ്. നമ്മളിപ്പോ ഒരാഴ്ചയിൽ ഒരു മസിൽ ഗ്രൂപ്പിനെ എത്ര തവണ ഹിറ്റ് ചെയ്യണം എന്നുള്ളതാണ് ട്രെയിനിങ് ഫ്രീക്വൻസി. റിസർച്ചുകൾ അനുസരിച്ച് നമ്മളൊരു മസിലിനെ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിക്കവർ ആവാൻ വേണ്ടിയിട്ട് 48 മണിക്കൂർ എടുക്കും. നിങ്ങളിപ്പോ തിങ്കളാഴ്ച 8 മണിക്കാണ് വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ ബുധനാഴ്ച ഒരു 8 മണിയാകുമ്പോൾ നിങ്ങളെ മസിൽ റിക്കവർ ആവും. നിങ്ങളെ മസിലിനെ എത്രത്തോളം ഹിറ്റ് ചെയ്യുന്നു അത്രത്തോളം നിങ്ങളുടെ മസിൽ ഗ്രോ ആവും. നിങ്ങളിപ്പോ ബ്രോ സ്പ്ലിറ്റ് ഫോളോ ചെയ്ത് എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു മസിൽ ഗ്രൂപ്പിനെ ഒരിക്കൽ ഹിറ്റ് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ മസിൽ ഗ്രോത്തിന്റെ പൊട്ടൻഷ്യൽ നിങ്ങൾ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുക. റിസർച്ചുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു മസിൽ ഗ്രൂപ്പിനെ ഒരിക്കൽ ഹിറ്റ് ചെയ്യുന്നതിനേക്കാളും ആഴ്ചയിൽ 2 തവണ ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഗ്രോത്ത് കൂടുമെന്നാണ്. അടുത്ത രണ്ടാമതാണ് നമ്പർ ഓഫ് സെറ്റ്സ്. നിങ്ങളിപ്പോ ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരു മസിൽ ഗ്രൂപ്പിന് 10 സെറ്റ് കൊടുത്താൽ മതി. നിങ്ങളുടെ റിസൾട്ട് ഏകദേശം 100% നിങ്ങൾക്ക് മാക്സിമൈസ് ചെയ്യും. ഇപ്പൊ നിങ്ങൾ ഇന്റർമീഡിയറ്റോ അല്ലെങ്കിൽ അഡ്വാൻസ്ഡോ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരു 15 to 20 സെറ്റ് കൊടുത്താൽ മതി. ഇപ്പോൾ ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരാൾ 20 സെറ്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ ആഴ്ചയിലാണ് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് ഇപ്പോൾ തിങ്കളാഴ്ച ഒരു 10 സെറ്റ്, വ്യാഴാഴ്ച ബാക്കി 10 സെറ്റ്, അങ്ങനെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ മൂന്നാമത്തേതാണ് നമ്പർ ഓഫ് കൗണ്ട്സ്. ഇപ്പൊ ഒരു ഡമ്പൽ ഇതുപോലെ മുകളിലേക്കും താഴേക്കും കൊണ്ടുവരുമ്പോഴാണ് ഒരു റെപ്പ് ആവുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ട്രെയിനർ 3 സെറ്റും 20 നമ്പർ വെച്ച് ചെയ്യാനായിരിക്കും പറയുന്നത്, ഇല്ലെങ്കിൽ 20, 18, 15 ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ റെപ്സിനെ നമുക്ക് 3 റേഞ്ച് ആയിട്ട് തിരിക്കാം. അതിൽ ആദ്യത്തേതാണ് 0 to 8. ഈ 0 to 8 എന്ന് പറയുന്നത് സ്ട്രെങ്ത് ട്രെയിനിങ് ആണ്. എന്ന് പറയുമ്പോൾ ഈ റെപ്പ് റേഞ്ച് കൂടുതൽ ഉപയോഗിക്കുന്നത് വെയിറ്റ് ലിഫ്റ്റേഴ്സ് ആണ്. അടുത്തതാണ് 8 to 15. ഇതാണ് ഹൈപ്പർട്രോഫി. ഇത് ഫോളോ ചെയ്യുന്നത് നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്ന മോഡൽസും മെൻഫിസിക്കും ഞാനും നിങ്ങളും ഒക്കെ ചെയ്യേണ്ട റെപ്പ് റേഞ്ച് ആണ് ഈ 8 to 15 എന്നുള്ളത്. ഈ 15 നമ്പറിൽ കൂടുതലും ചെയ്യുന്നത് ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്പോർട്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, ഒരു ക്രിക്കറ്റർ, ഒരു ബാസ്കറ്റ്ബോൾ പ്ലെയർ, ഇവരൊക്കെയാണ് ഈ 15 നമ്പറിൽ മേളിലോട്ടുള്ള റെപ്സ് ട്രൈ ചെയ്യുന്നത്. അടുത്തതാണ് വോളിയം ഓവർലോഡ്. ഇപ്പൊ നിങ്ങൾ എത്ര റെപ്പ് ചെയ്യണമെന്ന് മനസ്സിലായി. നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട ഹൈപ്പർട്രോഫിയാണ് 8 to 15 നമ്പർ. ഈ 8 to 15 നമ്പർ എന്ന് പറയുമ്പോൾ എങ്ങനെ ഈ വെയിറ്റ് ചൂസ് ചെയ്യണം? നിങ്ങൾ ഒരിക്കലും വെയിറ്റ് ചൂസ് ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് ഒരു 20 നമ്പർ അല്ലെങ്കിൽ 25 നമ്പർ പോകുന്ന ഒരു വെയിറ്റ് ആയിരിക്കരുത് നിങ്ങൾ ഈ സെറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ മൂന്നാമത്തെ സെറ്റ് 15 നമ്പറിൽ എത്തുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ഫെയിലിയർ മീറ്റ് ചെയ്തിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ നമ്പർ ഓഫ് സെറ്റ്സും നമ്പർ ഓഫ് കൗണ്ടും ഫ്രീക്വൻസിയും ഇതിനെല്ലാം നിങ്ങൾ ഇംപ്രൂവ് ചെയ്യണം. ഇതാണ് പ്രോഗ്രസീവ് ഓവർലോഡ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കഴിഞ്ഞ വീക്കിൽ ചെയ്ത വെയിറ്റും സെറ്റും നമ്പറും എല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം. നിങ്ങൾ അത് ഉറപ്പായിട്ടും ട്രാക്ക് ചെയ്ത് തന്നെ പോകണം. ഇനിയാണ് വർക്കൗട്ട് സ്പ്ലിറ്റ്. ഇതിന് ആദ്യത്തേതാണ് ഫുൾ ബോഡി വർക്കൗട്ട് സ്പ്ലിറ്റ്. ഇത് വീക്കിലി 3 days ആണ് വരുന്നത്. ഇതിൽ ഒരു ദിവസം തന്നെ നിങ്ങൾ നിങ്ങളുടെ മുഴുവൻ മസിലിനെയും നിങ്ങൾ ഹിറ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങളുടെ വർക്കൗട്ട് ഷെഡ്യൂൾ തിങ്കൾ, ബുധൻ, വെള്ളി, ഇല്ലെങ്കിൽ ചൊവ്വ, വ്യാഴം, ശനി ഇങ്ങനെ ട്രെയിൻ ചെയ്യാം. ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത് ബിഗിനേഴ്സിനാണ്. ഇപ്പോൾ ഫസ്റ്റ് ടൈം ജിമ്മിൽ പോകുന്ന എല്ലാവർക്കും മസിൽ പെയിൻ കാണും. അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുത്ത് പിറ്റേ ദിവസം പോവുകയാണെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള റെസ്റ്റും റിക്കവറിയും കിട്ടും. ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണം കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ജിമ്മിൽ പോകാൻ പറ്റുന്നില്ല, എന്തെങ്കിലും കല്യാണത്തിന്റെ ഒരു തിരക്കായിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തിരക്കായിരിക്കും, അങ്ങനെയുള്ളവർക്ക് മസിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഈ വർക്കൗട്ട് സ്പ്ലിറ്റ് ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരാൾ ഇതിൽ മാക്സിമം വോളിയം കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അടുത്താണ് അപ്പർ ലോവർ സ്പ്ലിറ്റ്. ഇപ്പൊ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരുപാട് പേര് ഫോളോ ചെയ്യുന്ന ഒരു സ്പ്ലിറ്റ് ആണ് ഈ അപ്പർ ലോവർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു ഡെയിലി ജോബിന് പോകുന്ന ഒരാൾ, ഇല്ലെങ്കിൽ ഒരു സ്റ്റുഡൻസ്, അവർക്കെല്ലാം ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പ്ലിറ്റ് ആണ് ഈ അപ്പർ ലോവർ എന്ന് പറയുന്നത്. ഇതിന്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ ആഴ്ചയിൽ 2 തവണ ഈ മസിലിനെ ഹിറ്റ് ചെയ്യാൻ പറ്റും. നമ്പർ ഓഫ് സെറ്റ്സും റെപ്സും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. വോളിയം അങ്ങനെ എല്ലാം കൊണ്ടുവരാൻ പറ്റും. ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ടൈം കൺസ്യൂമിംഗ് ആണ്. ഇപ്പൊ നമ്മൾ അപ്പർ കളിക്കുന്ന ഒരു ദിവസം ഈ വർക്കൗട്ട് ചെയ്ത് തീർത്തിറക്കാൻ വേണ്ടി ഏകദേശം 2 മണിക്കൂറെങ്കിലും എടുക്കും. അടുത്തതാണ് പുഷ് പുൾ ലെഗ് അപ്പർ ലോവർ. ഇത് നമ്മൾ ആഴ്ചയിൽ ആദ്യത്തെ 3 ദിവസം പുഷ് പുൾ ലെഗും അടുത്ത 2 ദിവസം അപ്പർ ലോവറുമായിട്ട് എടുക്കും. ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് വർക്കൗട്ട് ക്വാളിറ്റി കൊണ്ടുവരാൻ പറ്റും. പിന്നെ അപ്പർ ലോവറിന്റെ സെയിം ക്വാളിറ്റി ഇവിടെയും നമുക്ക് കിട്ടും. അടുത്തതാണ് പുഷ് പുൾ ലെഗ്. പുഷ് പുൾ ലെഗ് ആർക്കാണ് ബെനിഫിഷ്യൽ എന്ന് ചോദിച്ചാൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റ് ആണ് ഈ പുഷ് പുൾ ലെഗ് എന്ന് പറയുന്നത്. ഇതിപ്പോ ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്കാണ്. ഓൾറെഡി ഒരു നല്ല ഫിസിക് ഉണ്ടാക്കി വെച്ചതിന് ശേഷം നെക്സ്റ്റ് ലെവലിലോട്ട് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് പുൾ ലെഗ് ഉപയോഗിക്കാം. ഇതിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് ഫ്രീക്വൻസി, റെപ്സ്,
ലെഗ്സ്, വോളിയം എല്ലാം ഇവിടെ ഹിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഇതിന്റെ ഒരേ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ 6 ദിവസവും ജിമ്മിൽ പോകേണ്ടി വരും. അടുത്താണ് വീക്ക് മസിൽ ട്രെയിനിങ് സ്പ്ലിറ്റ്. ഇതില് നമ്മളുടെ വീക്ക് മസിലിനെ നമ്മൾ ആഴ്ചയിൽ 3 തവണ ഹിറ്റ് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ വീക്ക് മസിൽ നിങ്ങളുടെ ലെഗ് ആണെങ്കിൽ ഈ വീക്ക് മസിലിനെ ആഴ്ചയിൽ 3 തവണ നമ്മൾ ഹിറ്റ് ചെയ്യും. എന്നിട്ട് ബാക്കിയുള്ള ഡേയ്സിൽ ബാക്കിയുള്ള മസിലിനെ നമ്മൾ ഹിറ്റ് ചെയ്യും. ഇതാണ് വീക്ക് മസിൽ ട്രെയിനിങ് സ്പ്ലിറ്റ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മളുടെ വീക്ക് മസിൽസിനെ ഗ്രോ ചെയ്യിപ്പിക്കാം. പിന്നെ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ഇതൊരു ബിഗിനറിന് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം ആദ്യമായിട്ട് ജിമ്മിൽ പോകുന്ന ഒരാൾക്ക് അയാളുടെ വീക്ക് മസിൽ ഏതാണെന്നോ സ്ട്രെങ്ത് ആയിട്ടുള്ള മസിൽ ഏതാണെന്നോ തിരിച്ചറിയാൻ പറ്റില്ല. കാരണം എല്ലാം ഏകദേശം ഒരുപോലെ ഇരിക്കും. സോ നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ വർക്കൗട്ട് സ്പ്ലിറ്റ് ചൂസ് ചെയ്യാൻ നേരത്ത് നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എക്സ്പീരിയൻസും അനുസരിച്ച് വേണം കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ബൈ ഗൈസ്.